നമസ്കാരം. കേരളത്തിൻ്റെ തനത് രുചികൾ തേടിയുള്ള ലൈവ് ടി വി കേരളയുടെ രുചിക്കൂട്ടുമായി ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാ തൊടുപുഴ റൂട്ടിലെ കാനാട്ടുപാറ കഫേ മാറ്റൂരാണ്. വെറൈറ്റി ഐറ്റംസിൻ്റെ സ്നാക്സുകളാണ്, കിടുക്കാച്ചി ടേസ്റ്റുകൾ. എങ്ങനെ അങ്ങോട്ട് തരാൻ പോകണം. ഇവിടുത്തെ സ്നാക്സുകളും കട്ട്ലറ്റുകളും മറ്റ് ഐറ്റംസും എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? കമാൺ കഴിച്ചിട്ട് പറയാം. കഫേ മാറ്റൂരിൽ വന്ന പിന്നെ 4ാമത്തെ കോഫിയാണ് കേട്ടോ. സോറി, ഞാൻ പരിചയപ്പെടുത്താൻ പറഞ്ഞു. ഇതാണ് കഫേ മാറ്റൂരുടെ പ്രിയപ്പെട്ട MD മനോജേട്ടൻ. മനോജേട്ടൻ നമസ്കാരം പ്രോഗ്രാമിലേക്ക്. ഓക്കെ. ശരിക്കും നല്ലൊരു ആംബിയൻസ്, ഈ ഒരു വൈബ് എങ്ങനെയാണ് മനസ്സിലേക്ക് ആദ്യം എത്തിയത്, ഇങ്ങനെ തുടങ്ങണമെന്നുള്ള? നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ട് 2013-ലാണ്. ശരി. 2013 സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പേര് കോഫി ആൻഡ് സ്നാക്സ് എന്നായിരുന്നു. ശരി. അതിപ്പോൾ ഇപ്പോഴാണ് ഈ കഫേ മാറ്റോയിലോട്ട് വന്നിട്ട് ഇപ്പോൾ 2 മാസത്തോളം കഫേ മാറ്റോ എന്ന് വരികയും കോഫി ആൻഡ് സ്നാക്സ് എന്നതിനടിയിലുണ്ട്. നമ്മൾ മെയിനായിട്ട് നമ്മളിവിടെ കട്ട്ലേറ്റ് റോൾസ് സ്നാക്സ് ആണ്. ശരി. സ്നാക്സ് ആണ്. അതിൻ്റെ കൂടെ പുഡിംഗ് ഉണ്ട്, കേക്ക്സ് ഉണ്ട്, പിന്നെ കുറച്ച് ഷേക്ക്, ജ്യൂസ്, അങ്ങനെയുള്ള ബർഗർ ഉണ്ട്, സാൻഡ്വിച്ച്, ഇതെല്ലാം ഇവിടെ തന്നെ ചെയ്യുന്നു. അത് നമ്മൾ അന്നേരം ലൈവായിട്ട് ചെയ്യുന്നു, ചൂടോടെ കൊടുക്കുന്നു. കസ്റ്റമേഴ്സ് ഭയങ്കര കോഫി ആണെങ്കിലും ഫിൽറ്റർ കോഫിയാണ്. ഇത് ആണ് നമ്മളുടെ ഇവിടുത്തെ അന്ന് മുതൽ ഒരേ രീതിയിൽ നമ്മൾ പോരുന്നു. നമുക്ക് കസ്റ്റമേഴ്സ് ഒരു നല്ലൊരു ഞാൻ എനിക്ക് പറഞ്ഞ കസ്റ്റമേഴ്സ് ഭയങ്കര ഹാപ്പിയാണ്. ചേട്ടൻ അറിയാതെ ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചു, എന്താണ് ഇവൻ്റെ വൈബിൻ്റെ രസം? പറഞ്ഞു കൈപുണ്യം. അതുപോലെ കോഫി ആയാലും സ്നാക്സ് ആയാലും ബർഗർ ആയാലും ചിക്കൻ റോൾ ആയാലും ഇതെല്ലാം നമ്മളിവിടെ ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പുറകിൽ എൻ്റെ വൈഫാണ് എല്ലാം ചെയ്യുന്നതും നമ്മുടെ പിൻബലം എന്ന് പറയുന്നത്. അപ്പം അവിടെ നിന്നാണ് ഇതിൻ്റെ എല്ലാം ഒരു അതെ. അപ്പം അത് അങ്ങനെ വീട്ടിൽ കിട്ടുന്ന ടേസ്റ്റ് നാട്ടുകാർ കൂടി അറിയട്ടെ അല്ലേ? അത് ഒരു നമ്മൾ പിന്നെ ഇത്ര നാളായിട്ട് അതാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഒരു ഫുഡ് കൊടുക്കുമ്പോൾ നല്ല സന്തോഷമായിട്ട് അത് ആൾക്കാർക്ക് ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ശരിക്കും ഈ വൈകുന്നേരത്തെ വൈബ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. അപ്പോൾ പിന്നെ അതുപോലെ ഞാൻ 4ാമത്തെ കോഫി ആണെന്ന് വെറുതെ പറഞ്ഞല്ലോ കേട്ടോ. അതായത് നമ്മുടെ ഫിൽറ്റർ കോഫിയാണ് ഇത്. ശരിക്കും ഫിൽറ്റർ കോഫിയാണ്. ഇതിന്റെ രഹസ്യം കൂട്ട് പറഞ്ഞു തരാൻ പറ്റുമോ? നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പാലാണെങ്കിൽ പോലും നമ്മളൊരു വീട്ടിൽ നിന്ന് അങ്ങനെ എല്ലാം അങ്ങനെ രീതിയിൽ നമ്മൾ ഫിൽറ്റർ കോഫി ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഫിൽറ്റർ കോഫിക്ക്. അപ്പോൾ കസ്റ്റമേഴ്സിന്റെ തിരക്ക് അവിടെ കാണുന്നു. ഞാൻ നമ്മുടെ സിമി ചേച്ചി ഒന്ന് ചോദിക്കട്ടെ. താങ്ക് യു. നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് കല്ലറക്കൽ ചേട്ടനാണ്. എങ്ങനെയുണ്ട് കോഫി? നല്ല കോഫിയാണ്. ഇവിടെ ഞാൻ 10-12 വർഷമായിട്ട് തുടങ്ങിയ കാലം മുതൽ നമ്മളിവിടെ ഇവിടുത്തെ കസ്റ്റമറാണ്. അത് ശരി. ഇവിടെ ചിക്കൻ റോളും കട്ട്ലേറ്റും ഇവിടെ ഫേവറേറ്റ് ഐറ്റമാണ്. ഈ കോഫി കോഫിയാണ് കേട്ടോ. നല്ല കോഫിയാണ്. ഇവിടെ കോഫി എന്ന് പറഞ്ഞാൽ ഗുഡ് കോഫിയാണ്, ഫിൽറ്റർ കോഫിയാണല്ലോ. അത് ശരി. ഭയങ്കര അഭിപ്രായമുള്ള കോഫി. ഞാനിങ്ങനെ തൊടുപുഴയ്ക്ക് പോയപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു അടിപൊളിയാണ്. പാലായിൽ ഇത്ര നല്ല ഫ്രഷായിട്ട് സാധനങ്ങൾ കിട്ടുന്ന, ചൂടായിട്ട് കിട്ടുന്ന ഒരു കോഫി ഷോപ്പ് വേറെയില്ല. നമ്മളൊക്കെ സ്ഥിരം കയറുന്ന ആൾക്കാരാണ്. ആണല്ലേ? അല്ല, ജസ്റ്റ് ചേട്ടൻ ഇങ്ങനെ കോഫി കുടിക്കുന്നു, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കോഫിയുടെ കണക്കട്ടെ. താങ്ക് യു. അങ്ങനെ കോഫിയുടെ ടേസ്റ്റ് ചെയ്ത് നോക്കി ഞാനിങ്ങനെ വന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടൻ. നമസ്കാരം, പേരെന്താണ്? കോഫി എല്ലാവരും കോഫി കുടിക്കുകയാണല്ലേ? നമ്മുടെ ആണോ? അപ്പോൾ ഏറ്റവും ടേസ്റ്റി ആയിട്ട് കിട്ടുന്നതാണ് ഇവിടുത്തെ സ്ഥാപനം അല്ലേ? അപ്പോൾ കോഫിയെക്കുറിച്ച് ഒന്ന് പറഞ്ഞേ.
കോഫി ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ സമയമുള്ളപ്പോഴൊക്കെ ഫിൽറ്റർ കോഫി കുടിക്കാൻ ഇവിടെ വരും. പിന്നെ സ്നാക്സ്, പിന്നെ ഇവിടുത്തെ ആംബിയൻസ് ഭയങ്കര നല്ലതാണ്. ആംബിയൻസ് ഭയങ്കരമാണ്. അതെ അതെ, ഭയങ്കര നല്ലതാണ്. പിന്നെ സ്നാക്സ് ഒക്കെ ഭയങ്കര ഫ്രഷാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം. ഇവരെല്ലാം പ്രിൻസേറിൻ്റെ കുട്ടികളാണ്. അത് ശരി. പിന്നെ വേറെ സർവിങ്ങും ഒക്കെ ഭയങ്കര ക്ലാസ്സാണ്. പിന്നെ അതുപോലെ മാനേജ്മെൻ്റ് ഒക്കെ ഭയങ്കര എഫിഷ്യൻ്റ്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. മൊത്തത്തിൽ ആകെ മൊത്തം ടോട്ടൽ സൂപ്പറാണോ? സൂപ്പറാണ്. ചക്രപ്പത്തെ പേര് പറഞ്ഞേ? എൻ്റെ എന്താ ഇഷ്ടപ്പെട്ട ഇവിടുത്തെ കോഫിയാണോ അതോ സ്നാക്സ് എങ്ങനെയുണ്ട്? ചിക്കൻ കട്ട്ലറ്റ് ഡാഡി വാങ്ങിച്ചു തന്നോ? വാങ്ങിച്ച് കഴിക്കണം കേട്ടോ. സൂപ്പറല്ലേ? ഓക്കെ ഓക്കെ. കഫേ മാറ്റോയുടെ ഏകദേശം 15 പേർക്ക് ഇരിക്കാവുന്ന മനോഹരമായ ആംബിയൻസ് ഒക്കെയുള്ള ഒരു ഹാളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതാരാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട മനോജേട്ടൻ്റെ നമ്മുടെ പാചകറാണി സിമി ചേച്ചി. ചേച്ചി നമസ്കാരമുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കഫേ മാറ്റോയിൽ ഇഷ്ടപ്പെടുന്ന ഐറ്റം ഏതാ? കട്ട്ലേറ്റ് ആണ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും. ആണോ? അതിൻ്റെ ആ രുചിക്കൂട്ടിൻ്റെ രഹസ്യം ചേച്ചിയുടെ കൈകൊണ്ടാണെന്ന് മനോജേട്ടൻ പറഞ്ഞു. എന്തൊക്കെയാണ് നമ്മളിതിനകത്ത് പ്രധാനമായിട്ടും ചേർക്കുന്നത്? അതിനകത്ത് നമ്മുടെ തന്നെ മസാലകളാണ് നമ്മൾ അത് ഞങ്ങളങ്ങനെ പറഞ്ഞു തരത്തില്ല, ഞങ്ങളുടെ മാത്രം രഹസ്യമാണ്. അതല്ല ചിരിച്ചതിൻ്റെ അർത്ഥം. നമ്മുടെ മാത്രം മസാലകളാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന, കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഐറ്റം ഏതാണ്? അവർക്ക് ബർഗർ ഇഷ്ടമാണ്. നമ്മുടെ ബർഗർ, റോൾ ഇഷ്ടമാണ്, പുഡിങ്സ് ഇഷ്ടമാണ്. അത് ശരി. ക്യാരാമലുണ്ട്, സൂഫ്ലയുണ്ട്, പുഡിങ്. ചേച്ചി മെയിനായിട്ട് ഈ ഒരു പാചക കല എപ്പോഴാണ് മനസ്സിലിങ്ങനെ തോന്നിയത്? മനോജേട്ടൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാണോ അതോ അതിന് മുമ്പാണോ? എനിക്ക് അതിന് മുമ്പ് ഇഷ്ടമായിരുന്നു. ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ പരീക്ഷിച്ച് വീട്ടിലാണേലും ചെയ്യുമായിരുന്നു. ഇങ്ങനെ അവസാനം പരീക്ഷിച്ച് മനോജനെ കിട്ടി, ഉള്ളി അത് വികസിപ്പിച്ചു, പിന്നെ ഞങ്ങൾ കടയായി അല്ലേ? ഏറ്റവും കൂടുതൽ മറ്റ് പ്രധാനപ്പെട്ട ഐറ്റംസ് ഏതൊക്കെയാണ് ഉള്ളത്? പിന്നെ പൾപ്പി ഗ്രേപ്പ് ഉണ്ട്, പിന്നെ ബിരിയാണി ഉണ്ട്. ബിരിയാണി നമുക്ക് എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ടോ അതോ ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നത്? അത് ശരി. അത് ഏതൊക്കെ ബിരിയാണികളാണ് നമ്മൾ കൊടുക്കുന്നത്? ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ. അത് ശരി. നമ്മുടെ ചിക്കൻ ബിരിയാണി മാത്രമാണുള്ളത്. എല്ലാ ദിവസങ്ങളും നമ്മുടെ പ്രവർത്തന സമയമൊക്കെ എപ്പോഴാണ്? നമ്മൾ 7:30 മുതൽ നമ്മുടെ ഇവിടെ സ്റ്റാർട്ടിങ് തുടങ്ങും. 11 മുതലാണ് നമ്മൾ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത്. അത് ശരി. 8 മണി വരെ. ഈ സ്നാക്സ് മാത്രം എന്ന ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് മനോജേട്ടനിലേക്ക് എത്തിയത്? ചേച്ചിയുടെ ഒരു ഐഡിയ ആണോ അതോ നിങ്ങൾ രണ്ടും കൂടെ സംയോജിതമായിട്ട് തീരുമാനിച്ചതാണോ? ഞങ്ങൾ രണ്ടുപേരും കൂടെ, മനോജിനും ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഓരോന്ന് ചെയ്യാനായിട്ട്. നമുക്ക് ആദ്യം ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു, അവിടെ ചെയ്യണമെന്നൊക്കെ ഓർത്തുണ്ടായിരുന്നു ഇരുന്നത്. അത് കഴിഞ്ഞിങ്ങനെ പെട്രോളിന്റെ ലോകത്ത് നിന്നും ഫുഡിന്റെ ലോകത്തേക്ക് ചോട് മാറി. ഫാമിലിയൊക്കെ ഒരുപാട് വരാറുണ്ടോ? ഒത്തിരി ഫാമിലീസാണ് കൂടുതൽ വരുന്ന മുഴുവൻ. അത് ശരി. അപ്പോൾ ഫാമിലിയൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്നത് വേണം, സിമി ചേച്ചിയുടെ കൈപ്പുണ്യം ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഐറ്റം ഏതാണ്? ഒരു രഹസ്യം പിന്നെയും ഞാൻ ചോദിക്കുകയാണ്. അത് റോളും കട്ട്ലേറ്റ്സുമാണ്. അത് ശരി. റോൾ ഞാൻ കഴിച്ചു, മനോഹരമായ ഒരു സംഭവം തന്നെയാണ്. നമുക്കപ്പോൾ ഇവിടേക്ക് സാധനങ്ങളൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ടോ അതോ പാഴ്സൽ സർവീസ് ഒക്കെ ഉണ്ടോ? പാഴ്സലായിട്ട് കൊടുക്കുന്നുണ്ട്. അത് ശരി. ഞാനിവിടെ വന്നേ പിന്നെ 4-5 കാപ്പി കുടിച്ചു കേട്ടോ. അപ്പോൾ കാപ്പിയുടെ രഹസ്യം മനോജേട്ടൻ ഇങ്ങനെ വിട്ടു പറഞ്ഞില്ല. ചേച്ചി പറയൂ. ഫിൽറ്റർ കോഫിയാണ് അതിൻ്റെ രഹസ്യം, ഞങ്ങൾ പറയുന്നില്ല. സിമി ചേച്ചി, കട്ട്ലറ്റിൻ്റെ കാര്യം കേട്ടപ്പോൾ നാവിൽ കൊതി കൂർന്നു, സത്യം പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുത്തെ കട്ട്ലറ്റ് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ഈ കട്ട്ലറ്റ് കൂടാതെ വെറൈറ്റി ഷേക്കുകളൊക്കെ ഞാൻ കണ്ടല്ലോ, ഏതൊക്കെ ഷേക്കുകളാണുള്ളത്? പീനട്ട് ഉണ്ട്, ഡേറ്റ് ഷേക്ക് ഉണ്ട്, പിന്നെ ക്യാരറ്റ് ഷേക്ക് ഉണ്ട്. അത് ശരി. ഇപ്പോൾ ഇവിടെ ഏകദേശം എത്ര സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും? ഇവിടെ ഏകദേശം ഒരു 40 പേർക്ക് ഇരിക്കാം. അപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു മിനി ഹാളാണ്. മീറ്റിംഗ് ഫംഗ്ഷൻ അങ്ങനെയുള്ള ബർത്ത്ഡേ ഫംഗ്ഷനുകളൊക്കെ നടക്കാറുണ്ടോ? ഇതിനകത്ത് അങ്ങനെ നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഇതുണ്ട്. 15 പേർക്കും ഏകദേശം ഇരിക്കാം. അവിടെ നമ്മുടെ തന്നെ മെനു കൊടുത്തിട്ട് അവർക്ക് ഒരു പാർട്ടി നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ നമ്മൾ റെഡിയാണ്. ആണല്ലോ. അപ്പോൾ ഈ വൈകുന്നേരങ്ങളിൽ ഈ ഒരു ആംബിയൻസ് ആസ്വദിക്കാൻ വേണ്ടി സ്ഥിരമായിട്ടുള്ള ആളുകളാണ് വരുന്നത്, പുതിയ ആളുകളൊക്കെ ആൾക്കാരും വരുന്നുണ്ട്. അത് ശരി. ഞാൻ പറഞ്ഞാൽ ഇവിടെ ഒരു പാർക്ക് പോലൊക്കെ സെറ്റ് ചെയ്ത് വെറൈറ്റി ആക്കി മനോഹരമാക്കണം. മനോജേട്ടനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് മനോജനൊരു ഐഡിയ ഉണ്ട് അങ്ങനെയൊക്കെ. ആണോ? അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ രഹസ്യങ്ങൾ പുറത്തോട്ട് വരട്ടെ. അതെപ്പോഴും പറയുമായിരുന്നു, പിള്ളേർക്ക് വേണ്ടിയിട്ടൊരു ഇതൊക്കെ എന്തെങ്കിലും പറയുമായിരുന്നു. അത് ശരി. അപ്പോൾ അതെല്ലാം സപ്പോർട്ട് കൊടുത്തേക്കണം. ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് സിംപിൾസിറ്റിയാണ്. അത് മനോജേട്ടനും സിമി ചേച്ചിക്കും ആവോളമുണ്ട്. പക്ഷേ നിങ്ങളുടെ സ്റ്റാഫിനും അതുക്കും മേലെയാണ്. അവരെ കസ്റ്റമേഴ്സിനോട് ഇടപെടുന്ന രീതി, അവരുടെ സമീപനം. ഒരു ആൾ എന്നോട് പറഞ്ഞത്, കോഫി കുടിക്കാൻ വന്ന ആൾ പറഞ്ഞത്, എന്ത് സ്നേഹത്തോടെ ഇവിടുത്തെ സർവീസിങ്, അതെങ്ങനെ സാധിച്ചെടുക്കുന്നു?
കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു സമീപനം, ആറ്റിറ്റ്യൂഡ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണോ, അവർ സ്വയം ഞങ്ങളുടെ സ്ഥാപനം എന്ന് കരുതി ചെയ്യുന്നതാണ്? അങ്ങനെയാണ് നമ്മൾ അവരോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. നമ്മൾ അവരോട് അങ്ങനെയാണ് പെരുമാറുന്നത്. അപ്പോൾ അവർ നമ്മളെ തിരിച്ച് നമുക്കും അങ്ങനെ തന്നെയാണ് തരുന്നത്. സ്നേഹം നമ്മളങ്ങനെ അങ്ങോട്ടെങ്ങനെ കൊടുക്കുന്നോ അതുപോലെ തന്നെ തിരിച്ചിങ്ങോട്ടും അവരുടെ സർവീസിലൂടെ നമുക്ക് ഗിവ് ആൻഡ് ടേക്ക് അല്ലേ? അതേപോലെ തന്നെ ഈ ടേസ്റ്റുകളൊക്കെ ആദ്യം പരീക്ഷിക്കുന്നവരാണ്? മനോജ് ചേട്ടനാണോ അതോ മക്കളെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ? മക്കൾ 2 പേരാണ്. മോള് സോന, അവളിപ്പോൾ ജർമ്മനിയിലാണ്. മോൻ ഷോൺ, അവൻ ഡിഗ്രി 2nd ഇയർ പാലാ സെൻറ് തോമസിൽ പഠിക്കുന്നു. പിന്നെ മമ്മി ഉണ്ട് വീട്ടിൽ, മനോൻ്റെ മമ്മി. അപ്പം ഈ ടേസ്റ്റുകളൊക്കെ ആദ്യം മമ്മിയും മക്കളുമാണ് പറയുന്നത്? ആദ്യം മനോജേട്ടൻ തന്നെയാണ് ആദ്യം, പിന്നെ മക്കൾക്ക് കൊടുക്കും. മക്കൾ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയും. ഇവിടെ എന്തെങ്കിലും റിജക്ഷൻ ഉണ്ടെങ്കിൽ അത് മനോജേട്ടൻ പറയും അത് വേണ്ട എന്ന് പറയും. അത് കാരണം പിന്നെ മക്കളാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തൊരു വിശ്വാസ്യതയാണ് ആ വീട്ടിലുണ്ടാക്കുന്ന മക്കൾക്ക് കൊടുക്കുന്ന ഫുഡാണ് ഇവിടെ വിളമ്പുന്നത്. ആ വിശ്വാസ്യതയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം വേറെ കേരളത്തിൽ കിട്ടുമോ? കൊള്ളാം, മനോഹരമായിരിക്കുന്നു. നമ്മുടെ സിമി ചേച്ചിയുടെ ഒരു വെറൈറ്റി കൈപ്പുണ്യം ചേച്ചി മറന്നുപോയി. മനോജൻ എന്നോട് പറഞ്ഞു ചോദിക്കണേ ഇതോ അവിടെ നിന്ന് കാണിക്കുന്നുണ്ടോ? വെറൈറ്റി കേക്കുകൾ, വ്യത്യസ്തമായ കേക്കുകൾ ഓർഡർ അനുസരിച്ച് ടേസ്റ്റിയായിട്ട് ചെയ്ത് കൊടുക്കും. അതെന്താ പറയാൻ ഞാൻ പറയും, അതേക്കുറിച്ച് പറയാം. നമ്മൾ വാനില ചോക്ലേറ്റ് കേക്കാണ് കൂടുതലും നമ്മുടെ പോകുന്നത്. പിന്നെ വാഞ്ചോ കേക്ക്, ക്രിസ്മസിന് കൂടുതലും വാഞ്ചോ അങ്ങനെ കേക്കുകളാണ് പോകുന്നത്. അതെ. അപ്പോൾ അത് ഓർഡർ ചെയ്യാൻ വേണ്ടി എന്താണ് ആളുകൾ ചെയ്യേണ്ടത്? അവരോട് പറയും ഒരു 2 ദിവസം മുമ്പൊന്ന് പറഞ്ഞാൽ മതി, നമ്മൾ ചെയ്ത് തന്നേക്കാന്ന് പറയും അവരോട്. നമ്മുടെ കടയിൽ വന്ന് ബുക്കിംഗ് ചെയ്യുക അവർ വന്നിട്ട്. ശരി. അപ്പോൾ ഈ ഇവിടുത്തെ ഒരു കോൺടാക്റ്റിൽ ചെയ്താൽ മതിയല്ലോ, നമ്പറൊക്കെ നമ്മൾ താഴെ കാണിക്കുന്നുണ്ട്. അതെ ശരി. അതേപോലെ തന്നെ നമുക്ക് മനോഹരമായൊരു പാർക്കിംഗ് പ്ലേസ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ ബൈപ്പാസ് റോഡിൽ. അപ്പോൾ നമുക്ക് ഏകദേശം എത്ര വാഹനങ്ങൾക്കുള്ള സ്പേസിംഗ് ഒക്കെ ഉണ്ടാവും? ഒരു 10-15 വണ്ടിക്ക് കയറാം നല്ല ഈസി ആയിട്ട്. അവർ നല്ലപോലെ ഇടുവാണ്, ചിലർ കൊണ്ട് ഇടുന്ന പോലെ ഇരിക്കും വണ്ടികൾ ഓരോന്ന്. നമ്മൾ മലയാളികളല്ലേ, നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യും. എങ്കിലും 10-20 വണ്ടികളോളം കിടക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ നമ്മൾ പുറത്ത് മനോഹരമായ ഹട്ടുകൾ ഞങ്ങളുണ്ട്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ മനോഹരമായ ട്രീസ്, ഒരുപാട് ഫാമിലിക്കൊക്കെ അതേപോലെ വെഡ്ഡിങ് പാർട്ടികൾക്കൊക്കെ ഇവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ളൊരു കൺസെപ്റ്റും മനോഹരമായ ഒരു ആംബിയൻസും ഒക്കെയാണ്. അപ്പോൾ അതേക്കുറിച്ച് ഒത്തിരി പേര് അങ്ങനെ വന്ന് എടുക്കുന്നുണ്ട്. നമ്മുടെ ഐറ്റംസ് വന്നു കഴിഞ്ഞു, ഞാൻ പ്രതീക്ഷയോടെ കാത്തിരുന്നത്. താങ്ക് യു. പറഞ്ഞേ ചേച്ചി. അപ്പം നമ്മൾ ഒരുപാട് ആളുകളൊക്കെ വരാറുണ്ട്. അവർ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ ബൊഗെയിൻവില്ല നല്ല രസമായിരുന്നു. നേരത്തെ നല്ലപോലെ നിന്നായിരുന്നു. നല്ല റോസും വൈറ്റും കൂടി നല്ല കലർന്നിങ്ങനെ. പക്ഷെ അത് മഴ തൊടിഞ്ഞു പോയി. അത് കഴിഞ്ഞപ്പോൾ കിളുത്ത് വരുന്നുണ്ട് നല്ലതായിട്ട്. അപ്പോൾ അതിന് ഭയങ്കര പൂത്ത് നിൽക്കുമ്പോൾ ആൾക്കാർ വന്ന് സൺഡേയിലൊക്കെ വന്ന് ഒത്തിരി ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. ശരി. അപ്പോൾ എന്തായാലും ഇനി വെയിറ്റ് ചെയ്യാൻ സമയമില്ല. വെറൈറ്റി കട്ട്ലറ്റാണുള്ളത്. അത് കറക്റ്റായിട്ട് ഞാൻ അങ്ങ് കാണിച്ചു തരാം. കണ്ടാ ബർഗർ, കിടുക്കോച്ചി ടേസ്റ്റിലുള്ള കട്ട്ലറ്റ്. അങ്ങനെ ഇതങ്ങോട്ടെടുത്ത് ഇതെങ്ങനെ അങ്ങോട്ട് കാണിച്ചു. കഴിക്കട്ടെ? ഓക്കെ, സൂപ്പർ. നാവിൽ വന്ന രുചിയാണ് ഞാൻ പറഞ്ഞത്. ആ കൈപ്പുണ്യത്തിന് മനോജ് ചേട്ടനും സിമി ചേച്ചിക്കും പ്രത്യേക നന്ദി. അപ്പോൾ വെറൈറ്റി സ്നാക്സുകളുടെയും ബിരിയാണികൾ ഓർഡറുണ്ട്, എല്ലാ ഐറ്റംസും ഒക്കെ ഉണ്ട്. ഇനി ഏത് കഴിക്കണം എന്ന കൺഫ്യൂഷനിൽ നിന്നപ്പോഴാണ് ബർഗർ. അതും വെറൈറ്റിയാണ് കേട്ടോ. ഇന്ന് ഞാൻ കഴിച്ച് മരിക്കും. ലേശം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ക്യാമറ ഓഫ് ചെയ്തിട്ട് ബാക്കി ഞാൻ കഴിച്ചോളാം. അപ്പോൾ വ്യത്യസ്തമായ രുചികൾ തേടി ഇങ്ങനെ ഞാൻ യാത്ര ചെയ്ത് വന്ന ഈ സ്ഥാപനം വെറൈറ്റി കിടുക്കാച്ചിയാണ്. പ്രിയപ്പെട്ട സിമി ചേച്ചിക്കും മനോജ് ചേട്ടനും എൻ്റെ പ്രിയപ്പെട്ട ക്യാമറാമാൻ റിജോയ് പറവൂറിനൊപ്പം കട്ട്ലറ്റും ബർഗറിനുമൊപ്പം സൈനിങ് ഓഫ് ചെയ്യാൻ ചങ്ങനാശ്ശേരി.